ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുവാൻ ആയുസ്സിലൊരവസരം കൂടെ ദൈവം നൽകി തന്നല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം വായിക്കുന്നു. പുറപ്പാട് 14-ാം അധ്യായം 15-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറക. ആ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. മുൻപോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറക. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മോട് ഇടപെടുകയും നമ്മെ മുൻപിലേക്ക് നടത്തുകയും ചെയ്യട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ നിശ്ചയമായിട്ടും തിരുവചനം വായിച്ചിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമാണ്. അതിനകത്തുള്ള ഒരു വാക്യം അടർത്തിയെടുത്ത് അതിനകത്ത് നിന്ന് 1-2 ആലോചനകൾ പറഞ്ഞ് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, മുൻപോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറക. കുറച്ച് അധ്യായങ്ങൾ മുൻപിലോട്ട് കയറി വായിച്ചാൽ മിസ്രയീമിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് പോകുന്നതിന് വേണ്ടി സർവസന്നാഹങ്ങളോടെ പുറപ്പെടുന്ന ഇസ്രയേൽ ജനത്തെ കാണാം. മാത്രമല്ല, ഇവരുടെ പുറപ്പെടലിന് മുൻപ് അക്ഷരാർത്ഥത്തിൽ ദൈവം ഇവർക്ക് വേണ്ടി ഇടപെടുന്ന വളരെ ശക്തമായ ദൈവപ്രവൃത്തികളും നമുക്ക് ദർശിക്കാവുന്നതാണ്. മോശയുടെ കയ്യാലോ അഹരോന്റെ കയ്യാലോ സാധ്യമല്ലാത്ത വലിയ ബാധകളെ മിസ്രയീമിൽ അയച്ച് കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിലൂടെയാണ് ഈ ജനത്തിൻ്റെ പുറപ്പാട് സാധ്യമാക്കിയത്. എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ നിന്ന് ഇവർ പുറപ്പെടേണ്ടതിന് സ്വർഗം ഡയറക്റ്റ് ഇടപെടുകയാണ്. ദൈവം ആ വിഷയങ്ങൾക്കകത്ത് നേരിട്ടിടപെടുവാനായി തുടങ്ങി. അങ്ങനെ ആ യാത്ര ആരംഭിച്ചു. കുറച്ച് മുൻപിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പഴയ ഫറവോന്യ ശക്തി പുറകെ പിന്തുടരുന്ന അനുഭവം അവർക്ക് മനസ്സിലായി. മുൻപിലോട്ട് വേഗത്തിൽ പോകുന്നതിന് വേണ്ടി നോക്കുമ്പോൾ മുൻപിൽ ചെങ്കടലാണ്. അക്ഷരാർത്ഥത്തിൽ മുൻപിലോട്ട് പോകുവാനും പിൻപിലോട്ട് പോകുവാനും കഴിയാതെ വലിയ പ്രതിസന്ധിക്കകത്ത് ഈ ജനം പോകുവാനിടയായി തീർന്നു. മുൻപിലോട്ട് ഒരു കാരണവശാലും പോകുവാൻ കഴിയത്തില്ല. വഴിമാറാത്ത ചെങ്കടൽ മുൻപിൽ കിടക്കുകയാണ്. എന്നാൽ കുറച്ചു നാൾ അവിടെ തന്നെ പാർക്കാമെന്ന് വെച്ചാൽ മറ്റൊരു വഴി കണ്ടുപിടിക്കുന്നത് വരെ പഴയ ഫറവോൻ പിറകെ വരികയാണ്. സർവശക്തിയും ഉപയോഗിച്ച് അടുത്തൊരു മിനിറ്റ് പോലും നിലനിൽക്കുവാൻ കഴിയാത്ത നിലയിൽ 2 പ്രതിസന്ധികൾക്കിടയിൽ ഇവരായിപ്പോയി. ഒരു സ്റ്റെപ്പ് മുൻപിലേക്കോ പിൻപിലേക്കോ വയ്ക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ ഹൃദയത്തിനകത്ത് 1000 ചിന്തകൾ കടന്നു വന്ന് കാണും. പുറകിലോട്ട് പോയെങ്കിലും മതിയായിരുന്നു. പ്രിയരെ, തിരുവചനം എഴുതിയിരിക്കുന്നത് ഭക്തനായ മോശ, ഈ കൂട്ടത്തിൻ്റെ ലീഡറായിരുന്നവൻ, ഫറവോന്റെ മുൻപിൽ സധൈര്യം നിന്നിട്ട് ദൈവാലോചനകൾ പങ്കുവച്ച ദൈവിക പദ്ധതിക്കകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്ന മോശ കരയുവാനായി തുടങ്ങി, നിലവിളിക്കുവാനായി തുടങ്ങി. മോശ ഇപ്പോൾ കരയുന്നതിൻ്റെ കാര്യം ഇതാണ്: ഒരു വഴിയും മുൻപിൽ കാണുന്നില്ല, വഴിയില്ലാതെ കരയുകയാണ്. ഈ ഭാഗം എഴുതിയിരിക്കുന്നു, മുൻപോട്ട് പോകാൻ ഇസ്രയേൽ മക്കളോട് പറക. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുൻപിലേക്കൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ,
അതല്ല എങ്കിൽ പാർക്കുന്നിടത്ത് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് അവിടെ പാർക്കുവാൻ നോക്കിയിട്ടും പുറകിലേക്ക് പോകുവാൻ ശ്രമിച്ചിട്ടും ഒന്നിനും കഴിയാത്ത നിലയിൽ ആരെങ്കിലും ഈ രാവിലെ വഴി കാണാതെ കരയുന്നു എങ്കിൽ, ഭാരപ്പെടുന്നു എങ്കിൽ, വേദന അനുഭവിക്കുന്നെങ്കിൽ, ദൈവം നമ്മോടൊരാലോചന പറയുകയാണ്. ദൈവം ഒരിക്കലും പിറകിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമല്ല. ദൈവം ഒരിക്കലും അവിടെ കിടക്കെന്ന് പറഞ്ഞ് കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല. എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലും മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ്. പുതിയ വഴി മുൻപിൽ തുറന്നിട്ട് തരുന്ന ദൈവമാണ്. നമുക്കറിയാം, ഹാഗറിന്റെ ചരിത്രം വ്യത്യസ്തമല്ല. കൈക്കുഞ്ഞുമായി ബേർശേബ മരുഭൂമിയിൽ അലഞ്ഞ് തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹാഗറെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ച് വിഷയത്തിനകത്ത് ഇടപെട്ട് ആ മരുഭൂമിയിൽ ഹാഗറിന് വേണ്ടി ഒരു ഉറവയെ തുറന്നു കൊടുത്തു. അഥവാ മുൻപിലേക്ക് പോകുവാൻ ആവശ്യമായ വെള്ളം കൊടുക്കുവാനിടയായി തീർന്നു. ഏലിയാവിന്റെ ചരിത്രവും വ്യത്യസ്തമല്ല. ഇനി മുൻപിലേക്ക് പോകുവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സാഹചര്യങ്ങളെ നോക്കി നെടുവീർപ്പോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏലിയാവിനോട് പറയുകയാണ്, ഏലിയാവേ, നിന്റെ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല, നിനക്ക് ഒരു ദൂരയാത്രയുണ്ട്. ഈ രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരോടും ഞാൻ പറയാം, എല്ലാ വഴികളും അടഞ്ഞു എന്ന് സാഹചര്യവും ലോകവും പിശാചും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ പരമാർത്ഥ മനസ്സാക്ഷിയും നമ്മോട് പറയുമ്പോൾ അതിലെ അപ്പുറം വെളിപ്പെടുന്നൊരു ദൈവശബ്ദമുണ്ട്. ആ ശബ്ദം ഇതാണ്: മുൻപോട്ട് പോകുക. ഇത് കേൾക്കുന്നവർക്ക് ആകുലതയാണ്. ഇത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല. നീണ്ടു നിവർന്നു കിടക്കുന്ന ചെങ്കടലിന്റെ കരയിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ പറഞ്ഞാൽ ഏത് വഴിയെയാണ് മുൻപിലോട്ട് പോകേണ്ടത്? പ്രിയരെ, ഒരു പരമാർത്ഥം ഞാൻ പറയാം. മുൻപിലേക്ക് പോകുവാൻ അവൻ നമ്മോട് പറഞ്ഞാൽ നിശ്ചയമായും ഇന്നുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ലോകത്തിന് അറിയാത്ത, സാഹചര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പുതിയ വഴിയെ തുറന്നു തരുവാനായി കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്: പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട, മുൻപുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. ലോകം നടന്ന വഴിയല്ല, കഴിഞ്ഞ തലമുറ മുൻപിലേക്ക് പോയ വഴിയല്ല, ചുറ്റും നിൽക്കുന്ന മനുഷ്യർ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച വഴികളല്ല, വ്യത്യസ്തമായ പുതിയൊരു വഴി ചെങ്കടലിന്റെ നടുവിലാണെങ്കിലും തുറന്നു തരുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തെയാണ് ഈ രാവിലെ നാം സേവിക്കുന്നത്. തിരിച്ചറിയുക, പ്രതിസന്ധികൾ മുൻപിലുണ്ടെങ്കിൽ മുൻപിലേക്ക് വിടത്തില്ല എന്നുള്ള വലിയ ശബ്ദം പുറകിൽ നിന്ന് ഭറവോന്റെ രൂപത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ വീഴട്ടെ: മുൻപിലേക്ക് പോകുക, മുൻപിലേക്ക് പോകുക. മിസ്രയീമിൽ നിന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന ദൈവം പറഞ്ഞത് മുൻപിലേക്ക് പോകുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്യദൈവാരാധനയിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നുമൊക്കെ നമ്മെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന നമ്മുടെ ദൈവത്തിന് ഇന്ന് രാവിലെ നമ്മോട് പറയുവാനുള്ള ദൂതിതാണ്: ചെങ്കടൽ കണ്ടേക്കാം, പുറകിൽ ശക്തനായ ഭറവോനും സൈന്യവും ഉണ്ടായിരിക്കാം, എന്നാലും നീ മുൻപിലേക്ക് തന്നെ പോകും. തിരിച്ചയക്കുന്നതിനും മുൻപിലേക്ക് വിടത്തില്ല എന്നുമൊക്കെ പറഞ്ഞ് ശത്രു എത്ര കണ്ട് വെല്ലുവിളിച്ചാലും നിശ്ചയമായിട്ടും ഈ രാവിലെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഇതാണ്: മുൻപിലേക്ക് പോകുക. ജീവിതമാകുന്ന തോണി മുൻപിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞ്
ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ ഇളകി, പടകിനകത്ത് വെള്ളം തള്ളിക്കയറി. പ്രാണഭയത്തിലായി ശിഷ്യന്മാർ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മറുകരയെത്തേണ്ടതിന്, എത്തേണ്ട ഇടത്ത് എത്തേണ്ടതിന് സർവശക്തൻ ആ പടകിനകത്ത് കയറി. പ്രതീക്ഷയോടെ ആഗ്രഹിച്ച കുടുംബജീവിതം, സ്വപ്നം കണ്ട കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം, വിദ്യാഭ്യാസം, ഇതെല്ലാം നടുക്കടലിൽ ആശയറ്റലയുന്നൊരു വള്ളത്തെ പോലെ എങ്ങുമെത്താതെ ഈ പ്രഭാതത്തിലും ഭാരത്തോടെ നിങ്ങളിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ചിലത് ചെയ്യട്ടെ. ആഗ്രഹിച്ച തുറമുഖത്ത്, പ്രതീക്ഷിച്ച സ്ഥലത്ത്, സ്വപ്നം കണ്ട ഇടത്ത്, ആലോചന കേട്ട ഇടത്ത്, ഏതൊക്കെയോ പ്രവാചകന്മാർ വാഗ്ദത്തം പറഞ്ഞ ഇടത്തേക്ക് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ കൊണ്ടുചെന്നാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. ഹോരേബിൽ വെളിപ്പെട്ട ദൈവം മോശയോട് പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് കൊണ്ട് ചെന്നാക്കേണ്ടതിന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ. ദൈവം ഇറങ്ങി വന്നാണ് ഇവർക്കൊരു യാത്ര സാധ്യമാക്കിയതെങ്കിലും ധാരാളം പ്രതികൂലങ്ങൾ, ധാരാളം പ്രതിസന്ധികൾ, ധാരാളം പ്രശ്നങ്ങൾ ഈ യാത്രയിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ തിരിച്ചറിയുക, കരഞ്ഞ മോശയോട് ദൈവത്തിന് പറയുവാനുള്ള മറുപടി ഇതാണ്: മുൻപിലേക്ക് പോകുക. ആമേൻ. പിറുപിറുത്ത ജനത്തോടല്ല, കരഞ്ഞ മോശയോട്. പ്രതിസന്ധികളുടെ മുൻപിൽ ദൈവമുഖത്തേക്ക് നോക്കി കണ്ണുനീരോടെ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അമ്മയ്ക്കെതിരെ, അപ്പനെതിരെ, നാട്ടുകാർക്കെതിരെ, ചുറ്റും നിൽക്കുന്നവർക്കെതിരെ പിറുപിറുക്കുന്നവരോടല്ല, കരയുന്നവരോട്, ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നവരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനൊരാലോചന പറയുവാനുണ്ട്. മുൻപിലേക്ക് പോകുക, മുൻപിലേക്ക് പോകുക. ഒരു പക്ഷേ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു വഴിയും കാണത്തില്ല മുൻപിലേക്ക് പോകുവാൻ. സാധ്യതയില്ലാത്ത ഇടത്ത്, മരുഭൂമിയിൽ, ചെങ്കടലിൽ ഒരു വഴി തുറന്നു തരുവാൻ തക്കവണ്ണം ശക്തനായവൻ പറയുകയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഏതൊക്കെയോ ചിലത് ദൈവം ഒരുക്കിയിരിക്കുന്നത് അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ പകലിലെ മണിക്കൂറുകൾ കാരണമായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മുൻപിലേക്ക് പോകുക, മുൻപിലേക്ക് പോകുക. ലക്ഷ്യത്തിലേക്ക് എത്തിക്കത്തില്ലെന്നും ലക്ഷ്യം തെറ്റിക്കുമെന്നും ഇനിയും വൈകിപ്പിക്കുമെന്നും പിശാച് വെല്ലുവിളിക്കുമ്പോൾ ഈ രാവിലെ വായ് ആമേൻ തുറന്ന് ശബ്ദമുയർത്തി പറ: മുൻപിലേക്ക് പോകുവാനാ കർത്താവിനെ വിളിച്ചത്. നിശ്ചയമായിട്ടും ഈ തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഇവിടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാമോ ഒരുമിച്ച് ദൈവത്തോട്? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിലുള്ള ചിന്തകൾക്കായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ വഹിക്കണമേ, നന്മകളെ കൊടുക്കണമേ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. പൊന്നുകരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.